ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളെ കല്യാണ രാവ് എത്തി, കല്യാണമായി. കല്യാണത്തിലെ മൈലാഞ്ചിയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടാ. ആരൊക്കെയെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ കോണ്ടാക്ട് നമ്പർ ഇടും. ഓക്കെ. അപ്പം ഞങ്ങൾ അന്നത്തെ കല്യാണത്തിൻ്റെ രാവിൻ്റെ നിക്കാഹിൻ്റെ തലേദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങളെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്ന ഒരു വഴിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഇത് കാണിച്ചാണ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ. കുറച്ച് വൈകിപ്പോയി, ലേറ്റായാലും ലേറ്റസ്റ്റായിട്ട് വരും എന്നല്ലേ പറയാറ്. അങ്ങനെ പിന്നെ അങ്ങനെ നിക്കാഹ് ദിവസമാണ്, തലേ ദിവസം. 2 ദിവസമായിട്ടാണ് കല്യാണം. 2 ദിവസമായിട്ടാണ് കല്യാണം. അപ്പോൾ തലേന്ന് നിക്കാഹ്, കുറച്ച് ദൂരെയാണ്, അത് കാരണം കൊണ്ട് തലേദിവസം നിക്കാഹ്, പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കല്യാണം. അങ്ങനെയാണ് കേട്ടോ ഫങ്ഷൻ. ഓക്കെ. അപ്പോൾ അന്നത്തെ നിക്കാഹിൻ്റെ പരിപാടികളാണ്. ഞങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഇതിൽ അങ്ങനത്തെ ഒരു നിക്കാഹ് ചടങ്ങാണല്ലോ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടികളാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനെ മീറ്റ് ചെയ്തു. അങ്ങനെ സ്റ്റേജിലേക്ക് കയറാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടുന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് നിക്കാഹ് കഴിഞ്ഞു. പിറ്റേ ദിവസം കൊണ്ട് പോകുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലുള്ള ഫങ്ഷനാണ് പിന്നെ പിറ്റേ ദിവസം നടന്നത്. അങ്ങനത്തെ ഒരു ഫങ്ഷനായിരുന്നു. അപ്പോൾ പെണ്ണും ചെക്കനെ സ്റ്റേജിലേക്ക് പോണ പരിപാടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പുറത്ത് പോയിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയി എടുത്ത ഫോട്ടോസാണ് കൂടുതൽ. പിന്നെ അതിൻ്റെ ശേഷം വീട്ടിലേക്ക് വന്നു. വൈകുന്നേരമായപ്പോൾ ഞങ്ങളെ വീട്ടിലായിരുന്നു അവർ മണിയറ. അങ്ങനെ വീട്ടിലേക്ക് വലത് കാലോട് കൂടി കയറുകയാണ്. അപ്പോൾ അവിടെ നടന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മണിയറ സെറ്റാക്കണ്ടേ. അപ്പോൾ മണിയറയുടെ കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആരുമില്ല, എൻ്റെ മോനാണ് കേട്ടോ. പ്രൗഡ്. അപ്പോൾ ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് മണിയറ സെറ്റാക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരെ ഭക്ഷണം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയിട്ട് മണിയറയിലേക്ക് കയറ്റണ ഒരു ചടങ്ങും കാര്യങ്ങളും ഉണ്ട്. ചടങ്ങൊന്നുമില്ല, എന്നാലും ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെയാ, എല്ലാവരും നോമ്പും സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാവരും ഗൾഫിലെല്ലാവരും വിദേശത്തെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ആർക്കും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവരെ മണിയറയിലേക്ക് പിടിച്ചു കയറ്റുന്ന ചടങ്ങുകളാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലോസ് ഡോറായി. അപ്പം ഞങ്ങളത് വാതിലടച്ചിട്ട് പോന്നു. പിന്നെ അതിൻ്റെ ശേഷം ചെക്കൻ പുറത്ത് കിടന്നപ്പോൾ ചെക്കനെ വിളിച്ചെത്തിയിട്ട് കുറച്ച് നേരം കിസ്സ പറഞ്ഞു. കളിയായിരുന്നു. പിന്നെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ ഒന്നും കൂടി ചെക്കനെ കയറ്റി. അപ്പോൾ അവിടെ നടന്ന സംഭവ വികാസങ്ങളാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് കളിയും കുട്ടികളുടെ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ. അതിനുശേഷം പിന്നെ അന്ന് ഇവിടെ ആയിരുന്നു. അതിൻ്റെ ശേഷം പിറ്റേ ദിവസം ഹാളിലായിരുന്നു പരിപാടി. പിറ്റേ വീട്ടിൽ തന്നെ മണിയറയിലേക്ക് കയറാനുള്ള പരിപാടികൾ. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ?
പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഹാളിലേക്കാണ് പോവാണ്. എല്ലാവരും റെഡിയായിട്ട്, ചെക്കനും പെണ്ണും റെഡിയായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കളിയും കാര്യങ്ങളുമാണ് ഇരിക്കണത് കേട്ടോ. ആ സമയത്തുണ്ടായിരുന്ന ട്രെൻഡാണ്. അപ്പോൾ അത് വെച്ചാൽ അവരൊന്ന് കളിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എപ്പോൾ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ മോളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചെക്കനും പെണ്ണുള്ള വെൽക്കമാണ് കേട്ടോ. അപ്പോൾ അത് കാണാനുള്ള കസിൻസും അവരൊക്കെ വന്ന് അവരൊക്കെ പിടിച്ച് കളിയും കൊട്ടും കളിയൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റേജിലേക്ക് കയറ്റാനുള്ള പരിപാടികളാണ്. എല്ലാവരും എങ്ങനെയുണ്ട്, കല്യാണം കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ചെയ്യണം. അതൊക്കെ എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കയറ്റിയതിന് ശേഷം ഒരു കേക്ക് കട്ടിങ് ഒന്നും ഇടാൻ മറന്നുപോയി. പിന്നെ എടുത്തില്ല, കുറച്ച് തിരക്കായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. കുറച്ച് നേരം സ്റ്റേജിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് പിന്നെ സ്റ്റേജിലേക്ക് കയറിയിട്ട സ്റ്റേജിൽ കയറിയുള്ള ഷോ ആണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഔട്ട്ഡോറിൽ പോയി കുറച്ച് ഫോട്ടോസും. അപ്പോൾ ബൈ, സി യു ദെൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.